ഇതപ്പം നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായയുടെ ഒരു പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പപ്പായ ആയിരുന്നു കേട്ടോ. അപ്പം ഈ പപ്പായ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പപ്പായ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പപ്പായ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട. ഇത്രയ്ക്കുള്ള പീസായിട്ട് കട്ട് ചെയ്യാം. കാരണം ഇത് നമുക്ക് കറി വെക്കാനാണല്ലോ. ഇത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഇത് ഈ പപ്പായയുടെ നല്ല ചൊനയുണ്ടായിരുന്നു. പപ്പായൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിതെല്ലാവരും വീടുകളിൽ ഒന്നും ചെയ്യാണ്ട് വെറുതെ മുളച്ച് പിന്നെ ആളല്ലേ നമ്മുടെ പപ്പായ. പക്ഷേ ഇവിടെയൊക്കെ കടകളിലൊക്കെ നമുക്ക് മിക്കപ്പോഴും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് പാടാം. മിക്കപ്പോഴും വാടിയതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പപ്പായ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ തേങ്ങ കൊത്തായിരുന്നാലും കുഴപ്പമില്ല. തേങ്ങ ആയിരുന്നാലും നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ കൊത്തിയെടുത്താൽ മതി. ചിരണ്ടി ഇതേപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരണ്ടി എടുക്കുന്ന തേങ്ങ ഇട്ടില്ല, ആ തേങ്ങ ഇടും. ഒരുപാട് ഇങ്ങനെ നമ്മൾ പായസത്തിലേക്ക് തേങ്ങ കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോണ പോലെ അങ്ങനെ ഒരുപാട് നിരനിരവധനയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് അങ്ങനെ നിരനിരവധന കട്ട് ചെയ്യണ്ട. നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് ഇതും ഒന്ന് വറുത്തിട്ട് എടുക്കും. നമ്മൾ വെളുത്തുള്ളിനെ ഒന്ന് 4 ഒന്ന് പൊളിച്ചിട്ടാൽ മതി. അപ്പോൾ ഈ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേണ്ടിയിട്ട് നമുക്ക് കറി വയ്ക്കാനുള്ള ഏത് പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ നമ്മുടെ മൺചട്ടിയിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, പപ്പായ നമ്മൾ ഇട്ടിട്ട് ഈ എന്താ പറയുക ഒന്ന് വാട്ടിയെടുക്കാന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടെടുക്കും. സാധാരണ നമ്മൾ പപ്പായ കറി വയ്ക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കറിയിലേക്ക് ഇടല്ലേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വാട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പപ്പായ ചേർക്കാണ്. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ഇങ്ങനെ ഒരു ഓട്ടയുള്ള ഒരു കയ്യിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കോരിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ താഴത്തേക്ക് പോവുകയും ചെയ്യും. ഇത് അതിനെ പറ്റിയ നല്ല കയ്യിലാട്ടത്. ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ ബീഫിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബീഫ് ഉലർത്തിയിട്ട് എടുക്കില്ല, അങ്ങനെ ഉലർത്തിയെടുത്താലും നല്ല ടേസ്റ്റ്. അതേപോലെ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. മൺചട്ടി ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടുണ്ട്. തേങ്ങക്കൊത്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല, തേങ്ങക്കൊത്തിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളതെല്ലാം മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ മതിയാവും. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ തേങ്ങ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവട്ടെ. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പം, നമുക്ക് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനൊക്കെ നല്ല എളുപ്പം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൊത്തായിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്തേക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് മൊരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് മൊരിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർക്കുക. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ ഇത് മൊരിഞ്ഞ് ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം അത് ചേർക്കാം.
അത് ഇത് നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളർ ആവണേലും മുമ്പ് ചേർത്തോ. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിച്ച് മുരിഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ജീരകവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ പെരിഞ്ചീരകമായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കാം. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി, കാരണം ഇത് ഒരുപാടില്ലല്ലോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോളയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നമുക്ക് നല്ല പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. കാരണം സവോളയും നമുക്ക് നന്നായിട്ട് മുരിച്ചിട്ട് വേണം നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സവോള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കാനിട്ട് വെള്ളം നമ്മുടെ അടുത്ത് തന്നെ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാൻ എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ വെള്ളം കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ച് വയ്ക്കുക. പിന്നെ ഒന്ന് കറക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കുക. നോക്കിക്കേ, ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും വേണം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തക്കാളി ഞാൻ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ തക്കാളി കേട്ടോ. ഞാനിത് എടുത്തിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് മൈക്രോ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് പതുക്കൊന്ന് വെച്ചോളൂ. ഒരു സെക്കൻഡ് വെച്ചോളൂ. അപ്പോൾ ആ ഐസൊന്നും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോള ചേർക്കാണ്. ഈ സവോളയും മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. വെളിച്ചെണ്ണ എങ്ങനെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇത്രയ്ക്ക് വെളിച്ചെണ്ണ മതിയാവും. തക്കാളി ഇങ്ങനെ വെക്കണത് നല്ലതാണ്, ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് വളർന്ന് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് എല്ലാം കൂടിയിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ സവോള ആയിരുന്നാലും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാവും. അപ്പം ഈ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറുള്ളത്. ഇത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറുണ്ടാവും. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ മുളക് പൊടി നന്നായിട്ട് ഇതിനകത്ത് കിടന്നിട്ട് മുരിയട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു കൂട്ടാം. ഇങ്ങനെ മുളക് പെട്ടെന്ന് കരിയും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ മുളക് പൊടി ഞാൻ ഏറ്റവും അവസാനം ചേർക്കുന്നത്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ ചേർത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറ് കിട്ടും. അത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. നന്നായിട്ട് മുരിഞ്ഞോട്ടെ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലായിട്ടാണ് വെച്ചേക്കുന്നത്. തീ എന്തോരം കുറച്ച് വയ്ക്കാമോ അത്രയ്ക്ക് കുറച്ച് വയ്ക്കാം. പ്രത്യേകിച്ച് മൺചട്ടിയിലാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ തീ ഓണാക്കിയാൽ മതി. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മുളക് പൊടി അത് കിടന്നിട്ട് മുരിഞ്ഞ് നല്ലൊരു കളറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിയട്ടെ. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇത് അതേപോലെ അങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി കൂടി ചേർത്താൽ മതി കേട്ടോ. ഒരു 1.25 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാവരും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി,
ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ഇത് പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് ഇതിൻ്റെ കൂടെ കൊണ്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഒന്നും കരിഞ്ഞു പോരുത് കേട്ടോ. ഞാനിവിടെ തീ വളരെ കുറച്ചെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടിയിട്ട് തെളിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമൊന്നും തെളിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മസാല കരിഞ്ഞ് പോവുകയും ചെയ്യില്ല. തീ നന്നായിട്ട് കുറച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് മൺചട്ടിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പുകയുടെ ഒരു ഗുമ്മ് ഒരു ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വാട്ടി വെച്ചേക്കണ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, പപ്പായ ചേർക്കാണ്. ഇങ്ങനെ പപ്പായ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറി. ഈ പപ്പായ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർക്കാം. നോക്കിക്കേ, മസാലയ്ക്ക് ഏതായാലും ഇരുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് കണ്ട. കാരണം ഇത് നമ്മൾ വഴറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പപ്പായ, അതുകൊണ്ട്. അപ്പോൾ അരപ്പ് ചേർക്കാം കേട്ടോ. ഈ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഇച്ചിരി വെള്ളം കൂടുതൽ വേണം, കാരണം ഇനി നമുക്കിതൊരു കറി പോലെയാണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ചാറും വേണമല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ആവശ്യം. എൻ്റെ അടുക്കള നല്ല മണമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ തേങ്ങയ്ക്ക് നമ്മൾ വറുത്തൊക്കെ എടുത്തതിൻ്റെ മണവും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ മണവും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ മണം. ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർക്കണം. മുളക് പൊടി നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ. ഈ പച്ചമുളക് ഇവിടെ ഉണ്ടായിരുന്ന പച്ചമുളക്, പക്ഷേ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ കടയിൽ നിന്ന് ഇതേപോലത്തെ നീളം പച്ചമുളക് വാങ്ങുമ്പോൾ എരിവ് വളരെ കുറവാവാറ്, പക്ഷേ ഇതിന് നല്ല എരിവുണ്ട്. നല്ല എരിവല്ല, മറ്റേ മുളക് വെച്ച് നോക്കുമ്പോൾ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ കറി വേവിക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം. ഞാനൊന്ന് ടേസ്റ്റ് നോട്ടില്ല, ഉപ്പൊക്കെ ഉണ്ടോ നോട്ടെ. ഒട്ടും ഉപ്പില്ല. അപ്പോൾ നമ്മൾ കറി മൂടി വയ്ക്കുകയാണ്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എരിവുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ കറി വേവിക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം. ഞാനൊന്ന് ടേസ്റ്റ് നോട്ടില്ല, ഉപ്പൊക്കെ ഉണ്ടോ നോട്ടെ. അപ്പോൾ നമ്മൾ കറി മൂടി വയ്ക്കുകയാണ്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേവും, പക്ഷേ തീ പെട്ടെന്ന് ഓഫ് ചെയ്യണ്ട. കാരണം കുറച്ച് നേരം ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് കറി അതിനകത്ത് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മൾ ആ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് നമ്മുടെ ഈ പപ്പായ കഷ്ണത്തിനൊക്കെ അതിൻ്റെ ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരാം. ഇതിപ്പോൾ ഓൾറെഡി പപ്പായ വെന്തിട്ടുണ്ട്, നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ഒരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇടാം. ഒരുപാട് തീയൊന്നും കൂട്ടി വയ്ക്കണ്ട. ഞാനിപ്പോൾ എൻ്റെ ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചു. മറ്റേത് ഭയങ്കര വലിയ ബർണറാണ്. ചെറിയ തീയിൽ അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലത്തെ വെക്കുന്ന കറികൾക്കൊക്കെ കൂടുതൽ സമയം കണ്ട് തിളയ്ക്കുമ്പോൾ. ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. കറി ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ കറി ഞാനിവിടെ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ വേവും, പക്ഷേ പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത്. തീയാണ്ട് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തേങ്ങയൊക്കെ കുറച്ച് വറുത്ത് അരച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കറികളാക്കി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം കിടന്നിട്ട് കറി തിളയ്ക്കണം. അപ്പോൾ ആ കറിയുടെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. കഷ്ണങ്ങളൊക്കെ വേവും, പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ ഗ്യാസും കത്തിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ തീയിൽ വെച്ചാൽ മതി. ഏതാ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയുടെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. ഈ കറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കറി കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഒരു കളറാവും നമ്മുടെ കറിക്ക്. കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ മൺകലത്തിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൺകലല്ലല്ലോ ഇത് മൺചട്ടിയല്ലേ, മൺചട്ടിയിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി കറിയിലേക്ക് ഞാൻ താളിച്ചൊഴിക്കണില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിച്ചൊഴിക്കുക. താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. താളിച്ചൊഴിക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ.
കാരണം ഇത് ഓൾറെഡി നമ്മൾ സവോളയ്ക്ക് നന്നായിട്ട് മൊരിച്ചിട്ടല്ലേ കറി വെച്ചേക്കുന്നത്. അപ്പോൾ താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നമ്മുടെ കറി മൂടി വയ്ക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കറി കാണിക്കട്ടെ.